ബേപ്പൂരിലൊരു ചരിത്രം പിറക്കേണ്ടിയിരിക്കുന്നു. 40 വർഷത്തിലേറെ കാലത്തിന് ശേഷം ചെങ്കോട്ട ഇടിച്ചു നിരത്തി PV അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ധീരധീരം ഘോരഘോരം പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു തുടങ്ങി. ഇടതു വലതു മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടുള്ളത് UDFിൻ്റെതാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ PV അൻവറാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. നിലമ്പൂരിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം പിടിച്ചെടുത്ത് അവിടെ 2 തവണ വിജയിച്ചിട്ടുള്ള ഒരു ജയൻ കില്ലർ തന്നെയാണ് PV അൻവർ. എന്നാൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40 വർഷത്തിലേറെ കാലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ചെങ്കോട്ടയാണ് ബേപ്പൂർ നിയോജക മണ്ഡലം. അവിടെ നിലവിലെ MLA ആയിട്ടുള്ളത് PM മുഹമ്മദ് റിയാസ് ആണ്, മന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മരുമോനാണ്. എന്തുകൊണ്ടും ഒരു തീ പാറുന്ന പോരാട്ടം നമുക്ക് ബേപ്പൂരിൽ കാണാൻ പറ്റും. എൻ്റെ ജന്മനാട് കൂടിയാണ് ബേപ്പൂര്. അവിടുത്തെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും വികസനങ്ങൾ ഇങ്ങനെ ആടിയൊലഞ്ഞ വികസനമാണുള്ളത്. ബേപ്പൂർ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഞാനൊരു 10-20 വർഷം മുമ്പേ ആ ബേപ്പൂർ അങ്ങാടി എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് സെയിം ആയിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ PM മുഹമ്മദ് റിയാസിനെ പോലെ ഒരാൾ അവിടെ കുറേ ഫെസ്റ്റും വാട്ടർ ഫെസ്റ്റ് പോലത്തെ ഫെസ്റ്റ്, അതുപോലെ തന്നെ കുറേ പാലങ്ങളെ പെയിൻ്റ് അടിച്ചിട്ടൊക്കെ ഉള്ള റീൽസൊക്കെ നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രചരണത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു മന്ത്രിയാണ്. പക്ഷേ പ്രവർത്തനത്തിൽ അത്രത്തോളം വികസനമൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ബേപ്പൂരിൽ 40 വർഷമായിട്ട് ഇടതുപക്ഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മണ്ഡലത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു വികസനവും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, കമൻറ്റുകളിലൊക്കെ പറയട്ടെ. PV അൻവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ധീരധീരം ഘോരഘോരം പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് മത്സരിച്ച് MLA ആയിട്ടുള്ള ആളാണ്. പിണറായിൻ്റെ ഈ ഒരു സർക്കാരിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ പിണറായിസവും മരുമോനിസവും ഇതാണ് PVയെ അവിടുന്ന് ഇറങ്ങാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സകല കൊള്ളരുതായ്മകളും കണ്ടില്ലെന്ന് നടിക്കാൻ PV അൻവറിനെ പോലുള്ള ഒരാൾക്ക് പറ്റില്ലായിരുന്നു. അദ്ദേഹം പിണറായിസത്തിനെതിരിലും മരുമോനിസത്തിനെതിരിലും പ്രതികരിച്ചു. അവരുടെ എല്ലാ കൊള്ളരുതായ്മകളെയും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് MLA സ്ഥാനം ഉപേക്ഷിച്ചിട്ട് ഒരു പിച്ചളപ്പിന് പോലെ MLA സ്ഥാനം വലിച്ചെറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. UDFിലേക്ക് എന്നില്ല, മറ്റൊന്നിലേക്കും പോവാതെ അദ്ദേഹം ഒറ്റക്ക് നിന്ന് പോരാടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം UDFിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ UDFിൻ്റെ ഭാഗമായതിനു ശേഷം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ വരികയാണ്. ഒരു വിഷയം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളത് പഠിക്കണല്ലോ. നമുക്കൊരു വാക്ക് തരണമെങ്കിൽ നമുക്കത് പഠിക്കേണ്ടതുണ്ട്. അതിനൊരു വരവ് ഞാൻ വേറെ വരും. അപ്പോൾ കാണുന്നതാണ്. വളരെ ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ് PV അൻവർ. ഇടതുപക്ഷത്തോടൊപ്പം ഭരണത്തിൻ്റെ അരികു പറ്റി നിന്നിരുന്നെങ്കിൽ അൻവറിന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ജനങ്ങളെ വഞ്ചിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ സ്ഥാനം MLA സ്ഥാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരാളെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജനപ്രതിനിധിനെ ആ ഒരു ജനങ്ങൾക്ക്, ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രി PM മുഹമ്മദ് റിയാസിനെ പോലെ അധികാരത്തിൻ്റെ ആ ഒരു ഗർവിലല്ല അദ്ദേഹം ജനങ്ങളെ കാണാൻ വന്നിട്ടുള്ളത്. ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളാണ് PV അൻവർ. അദ്ദേഹം എന്തുകൊണ്ടും ബേപ്പൂരിന് അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ അടിത്തട്ടിൽ നിന്ന് പഠിക്കുകയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള ഇടപെടലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഒരു നന്മ നിറഞ്ഞ രാഷ്ട്രീയം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുതിയ ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അർത്ഥവത്തായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മരുമോനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയും അദ്ദേഹം അത്രമാത്രം ശക്തമായിട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇന്നലെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് ഇല്ല എന്ന സത്യം ഞാൻ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, PV അൻവർ നിലപാടില്ലാത്തവനാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് വേണം എന്നാണ് എൻ്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ഫറൂഖ് താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. സൂപ്രണ്ടുമായി സംസാരിച്ചു. ആശുപത്രിയിൽ ആംബുലൻസ് ഇല്ല, എക്സ്റേ സൗകര്യമില്ല, ഗൈനക്കോളജി ഡോക്ടർ ഇല്ല, കാർഡിയോളജി ഇല്ല, മരുന്നുകൾ പുറത്തു നിന്ന് വാങ്ങണം, ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ വരി നിൽക്കണം. ജനങ്ങൾ പറഞ്ഞു,
ഞാൻ ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, PV അൻവർ ധിക്കാരിയാണ്. പൊതുജന പ്രശ്നങ്ങൾ ചർച്ചക്കെടുക്കുന്നത് ധിക്കാരമായി തോന്നുന്നെങ്കിൽ അതെ, ഞാൻ ധിക്കാരിയാണ്. ബേപ്പൂർ പോർട്ട് സന്ദർശിച്ചു. അവസ്ഥ അതിദയനീയമാണ്. ചരക്കിറക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഇല്ല. പഴകി തുരുമ്പെടുത്ത സാങ്കേതിക തികവില്ലാത്ത 50-ലേറെ വർഷം പഴക്കമുള്ള ക്രെയിൻ ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് കപ്പലുകൾ വരുന്നില്ല. തൊഴിലാളികൾ തീരാ ദുരിതത്തിലാണ്. അപ്പോൾ പറയുകയാണ്, PV അൻവർ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്ന്. നാടിൻ്റെ വികസനം ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിപരമായി അനുഭവപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. 5 വർഷം ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ മനസ്സാക്ഷി കുത്താണ്. ചാലിയം ഫിഷ് ലാൻഡ് സന്ദർശിച്ചു. തൊഴിലാളികൾ പരാതിക്കെട്ടുകൾ എൻ്റെ മുന്നിൽ തുറന്നു വെച്ചു. മുട്ടോളം ചെളിയാണ്. ഞാൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ പറയുകയാണ്, PV അൻവർ രാഷ്ട്രീയം പറയുന്നില്ല എന്ന്. ജനങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. എന്താ, വികസനം ചർച്ച ചെയ്യാൻ അല്പം ഭയമുണ്ടല്ലേ? ഉണ്ടാവും. ഒരറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ തന്നെയാവും വരും ദിവസങ്ങളിൽ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുക. PV അൻവർ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ കൃത്യമായിട്ട് തന്നെ നിലപാട് പറയേണ്ട രീതിയിൽ, പറയേണ്ട സ്ഥലങ്ങളിൽ, പറയേണ്ട വേദികളിലെല്ലാം അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ നിയമസഭയിലേക്ക് പറഞ്ഞയക്കേണ്ടത് PV അൻവറിനെയാണ്. അല്ലാതെ കാപ്പഡ്യം മാത്രം കൊണ്ടു നടക്കുന്ന PM മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളെയല്ല. ബേപ്പൂരിലൊരു ചരിത്രം പിറക്കേണ്ടിയിരിക്കുന്നു. 40 വർഷത്തിലേറെ കാലത്തിന് ശേഷം ചെങ്കോട്ട ഇടിച്ചു നിരത്തി PV അൻവർ വിജയക്കൊടി പാറിച്ചിരിക്കുന്നു എന്നിട്ടുള്ള ആ ഒരു ചരിത്രത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.